എളുപ്പമുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ നമുക്ക് നിൽക്കാനൊരു ഇച്ചിരി കംഫർട്ടുള്ള സ്ഥലത്തായിരിക്കുമല്ലോ കൂടുതൽ നമുക്ക് സന്തോഷം കിട്ടുന്നത്. അപ്പോൾ എനിക്കിത് കംഫർട്ടായിട്ട് തോന്നി. ഞാൻ പഠിച്ചതിന് കോഴ്സിനേക്കാൾ കൂടുതൽ എനിക്ക് കംഫർട്ടായി തോന്നിയത് ഈ വീഡിയോ ക്രിയേഷനായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ഇതിലേക്ക് വന്നത്. പഠിപ്പും ബാക്കപ്പായിട്ട് വെച്ചിട്ടുണ്ട്. എങ്ങാനും വല്ല യൂട്യൂബ് പോയി കഴിഞ്ഞാൽ വേണമല്ലോ, വരുമാനമാർഗം വേണമല്ലോ, അതവിടെ തന്നെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ നിലവിൽ യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാനാണ്. ഇപ്പോൾ ഫാമിലിയുടെ കാര്യം പറഞ്ഞല്ലോ, ഫാമിലിയിൽ നിന്ന് വിട്ട് നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന്. അങ്ങനെ അകന്ന് നിൽക്കാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ്. ഫാമിലിയിൽ ആരൊക്കെയാണുള്ളത്? വീട്ടിൽ പപ്പയും മമ്മിയും ചേച്ചിയുണ്ട്. ചേച്ചി കല്യാണം കഴിഞ്ഞു. ഞാൻ ചെറുപ്പം മുതലേ അങ്ങനെ വേറെ എവിടെയും പോയി നിൽക്കാത്ത ഒരാളാണ്. അമ്മയുടെ വീട്ടിൽ അങ്ങനെ ഒന്നും എവിടെയും പോയി നിൽക്കില്ല. മമ്മിയും പപ്പയും എനിക്ക് ചുറ്റും വേണം, അങ്ങനെയുള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ കോഴ്സ് തപ്പിയ സമയത്ത് പുറത്തൊന്നും പോയി പഠിക്കാൻ ഹോസ്റ്റലിൽ നിൽക്കില്ല എന്നൊക്കെ എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പാലക്കാട് നിന്ന് എറണാകുളത്തേക്ക് 3 കൊല്ലം ബസ്സിൽ പോയി വരുമായിരുന്നു. അങ്ങനെയായിരുന്നു. രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 9 മണിക്ക് കോളേജിലെത്തും. വൈകുന്നേരം 3:30 കോളേജിൽ കഴിഞ്ഞിട്ട് 7 മണിയാകുമ്പോൾ വീട്ടിലെത്തും. അങ്ങനെയാണ്. ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടു അല്ലെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ടുമാണ് ചെറുപ്പം തൊട്ടേ വന്നിട്ടുള്ളതെന്ന് മുൻപ് കേട്ടിട്ടുണ്ട്. അപ്പം ആ ഒരു സമയത്ത് ഒരുപാട് കളിയാക്കലുകളും കേട്ടിട്ടുണ്ട് എന്ന് മുൻപ് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഇപ്പം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്തായാലും പറയാം. ഞാനൊരു ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള ആളാണ്. ഒത്തിരി ഒന്നും ഇല്ലെങ്കിലും ദൈവം സഹായിച്ച് വലിയ കുഴപ്പമില്ല. എന്നാലും 40% ഡിസേബിലിറ്റി ഉള്ള ആളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഈ ഡിസേബിലിറ്റീനെ ഒത്തിരി ഫോർവേഡായിട്ട് കാണുന്ന ആൾക്കാരെ ഇപ്പം നമ്മുടെ ചുറ്റുമുള്ളത്. നമ്മളതൊന്നും അത്ര വലിയ കുഴപ്പമായിട്ട് കാണുന്നവരല്ല. പക്ഷെ ഞാൻ പഠിച്ച സമയത്ത് അങ്ങനെയൊന്നുമല്ല. ഭയങ്കര എന്തൊരു കുറവ് പോലെയായിരുന്നു. കൂടെ പഠിക്കുന്നവരുടെ നിന്നാണെങ്കിലും അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഒരു ഭയങ്കര എന്തോ നമ്മളെ അങ്ങ് ഒറ്റപ്പെടുത്തുന്ന രീതിയിലായിരുന്നു. കൂടെ പഠിച്ചവരെ ഞൊണ്ടിന്ന് വിളിച്ചിട്ടും അല്ലെങ്കിൽ ടീച്ചേഴ്സ് പല സാഹചര്യങ്ങളിൽ മാറ്റി നിർത്തിയിട്ടും ഒക്കെ ആയിരുന്നു നമ്മളെ കണ്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ ഫ്രണ്ട്സോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ ബുദ്ധിമുട്ട് സഹിച്ച് ഞാൻ വന്നേക്കണേ. സാധാരണ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഈ ബാല്യകാലത്തേക്ക് തിരിച്ചു പോകാൻ ഭയങ്കര താല്പര്യമുള്ളവരാണ്. പക്ഷേ എനിക്ക് ആ സാധനത്തിനോട് താല്പര്യമില്ല. പക്ഷേ ഞാൻ അധികം ഓവർകം ചെയ്ത് വന്നതാണ്. ഇപ്പം ഞാനിരിക്കുന്ന ആ ഒരു സ്റ്റേജാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് തന്നെ കുറേ വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ദൈവം സഹായിച്ച് കുഴപ്പമില്ലാണ്ട് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നു. അപ്പോൾ ആ വെല്ലുവിളികളൊക്കെ നേരിടുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് നിന്ന ഫാമിലി തന്നെയാണ്. ഞാനീ പറഞ്ഞതുപോലും എനിക്കിങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ എൻ്റെ ഫാമിലിയിൽ നിന്നും ഉണ്ടായിട്ടില്ല. ഫ്രണ്ട്സിൻ്റെ ഭാഗത്തു നിന്നും ഈ അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായെന്ന് അറിഞ്ഞത് ഈ അടുത്ത പാരൻസ് ഇതുപോലൊരു പ്ലാറ്റ്ഫോമിൽ സംസാരിച്ച സമയത്താണ് അറിഞ്ഞത് പോലും. അവർക്കത് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ ഞാൻ പൊതുവേ എനിക്ക് എന്തെങ്കിലുമൊക്കെ വിഷമം ഉണ്ടെങ്കിൽ ഞാനതങ്ങനെ ആരോടും പറയത്തില്ല. ഉള്ളിൽ കൊണ്ട് കിടക്കത്തേ ഉള്ളൂ, ആരോടും പറയത്തില്ല. അപ്പോൾ അവരറിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർക്ക് വിഷമമായി. പക്ഷേ അവരെന്നെ ഇപ്പോൾ വീഡിയോ ക്രിയേഷൻ ആണെങ്കിൽ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് പപ്പയും മമ്മിയാണ്. അവരെല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ എനിക്ക് വീഡിയോ എടുത്തു തരാമെന്നൊക്കെ പറയും. പക്ഷേ എനിക്ക് അവരുടെ മുന്നിൽ അഭിനയിക്കാൻ അറിയാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നത്. ദേശായിച്ച് അവരെല്ലാത്തിനും കൂടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര ചെറുപ്പത്തിലെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ മനസ്സിൽ കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു ട്രോമയിലേക്ക് നയിച്ചേക്കാം. ഇപ്പോൾ ഭാവിയിൽ നമുക്ക് കൂടുതൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധാരണഗതിയിൽ ആളുകൾക്ക് പറ്റില്ല. പക്ഷേ കൂടുതൽ മനക്കരുത്തുള്ളത് കൊണ്ടായിരിക്കും അങ്ങനെ കയറി വരാൻ പറ്റിയത്. അപ്പോൾ ആ സമയത്തൊക്കെ സംസാരിക്കുന്ന ഏതെങ്കിലും സുഹൃത്തോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ, ഒരു മെൻറ്ററായിട്ട് ആ സമയത്തൊക്കെ കൂടെ നിന്ന് ആരെങ്കിലും? ഇല്ല, ഇന്നേ വരെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സുഹൃത്ത് ഉണ്ടായിട്ടില്ല. നമുക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ അതിനെ ഒന്നും കൂടെ അങ്ങ് കുഴിച്ച് താഴേക്ക് അങ്ങ് തള്ളിവിടുന്ന ആൾക്കാർ എൻ്റെ ഇതിലുണ്ട്. ഞാൻ തന്നെ കയറി വന്നതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ചെറുപ്പം തൊട്ടുള്ള കാര്യങ്ങളും എല്ലാം ഒന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഇങ്ങനത്തെ വേദനകൾ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ മറക്കത്തില്ല. ഇതൊരു വല്ലാത്ത ട്രോമയായിരുന്നു. അത് മറക്കത്തില്ല. അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ അതിനെ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ കുറച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരാനോ അങ്ങനെയുള്ള ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ തന്നെ ഓർക്കം ചെയ്ത് ഞാൻ തന്നെ പക്ഷെ ഇപ്പം ആളുകളിൽ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. അത് ഭയങ്കരമായിട്ട് മാറ്റം ഉണ്ടായിട്ട് അതൊന്നും ഒത്തിരി വലിയ പ്രശ്നമല്ല. എല്ലാവരും നോർമലൈസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഒന്നാമത് ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് വരുമ്പോൾ തന്നെ നമ്മുടെ കുറവുകളൊന്നും അത്ര വലിയ പ്രശ്നമായി കാണത്തില്ല ആരും. നമുക്ക് നമ്മുടെ ഭാഗത്തും എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് കാണുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ആരുമായിട്ട്. ഈ നെഗറ്റീവ് കമൻസ് ഒക്കെ വരുന്ന സമയത്ത് അത് നോക്കിയിട്ട് വിഷമിക്കാറുണ്ടോ? ഇല്ല, എനിക്ക് ദൈവം സഹായിച്ച് വലിയ നെഗറ്റീവ് കമൻസ് ഒന്നും വരാറില്ല. വന്നാലും നമുക്ക് ബോഡി ഷേമിങ് അങ്ങനത്തെ നെഗറ്റീവ് കമൻസ് ഒന്നുമില്ല. നമുക്ക് വീഡിയോയിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാറുണ്ട്, നമ്മുടെ ചെയ്ത എന്തെങ്കിലും മിസ്റ്റേക്കുകൾ കാര്യങ്ങളൊക്കെ പറയാണ്ടതല്ലാണ്ട് അങ്ങനെ വലിയ നെഗറ്റീവ് കമൻസ് വരില്ല. പക്ഷേ ഇറങ്ങിക്കഴിയുമ്പോൾ ഇനി നെഗറ്റീവ് കമൻസ് വരുമെന്ന് അറിയത്തില്ല. അങ്ങനെ കമന്റ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കമന്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഓർത്തിരിക്കുന്ന ഒരു കമന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനെ ഓർത്തിരിക്കുന്നതല്ല.
ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 560 വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മെസ്സേജുകളാണെങ്കിലും ഈ വീഡിയോസ് കണ്ട് ചിരിച്ച ആളുകളുടെ ഒക്കെ മെസ്സേജുകളൊക്കെ വരാറുണ്ടാവും. ഒത്തിരി മെസ്സേജും മെയിലായിട്ടും വരാറുണ്ട്. കുറേ കുട്ടികളൊക്കെ വേറെ രാജ്യത്തു നിന്നുള്ളവരൊക്കെ ഇങ്ങനെ മലയാളികൾ കേട്ടോ, അവരൊക്കെ വന്ന് മെയിൽ ചെയ്യാറുണ്ട്. പിന്നെ കുറേ പേര് അയക്കാറുണ്ട്. പിന്നെ അവരുടെയൊക്കെ ഇപ്പം ഞാൻ ചെയ്യുന്നതാണെങ്കിലും എല്ലാവരുടെയും ലൈഫിലൊക്കെ നടക്കുന്ന കാര്യങ്ങളായിട്ടല്ലോ. അപ്പം എൻ്റെ ചുറ്റും കണ്ടിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ഫാമിലിയിലും അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കളുടെ ഇടയിലൊക്കെ ഉണ്ടായ സംഭവങ്ങളൊക്കെ തന്നെയാണ് ഞാനെടുത്ത് വീഡിയോ ചെയ്യണത്. അതുകൊണ്ട് ഇപ്പോൾ അവരുടെ ലൈഫിലും അതൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞ് കുറേ അവരുടെ അനുഭവങ്ങളൊക്കെ മെസ്സേജ് അയക്കും, മെയിൽ ചെയ്യാറുണ്ട്. ഇങ്ങനെ കൂടുതൽ കണ്ടന്റുകൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇത്രയും കണ്ടന്റുകൾ, ഇപ്പം 500-ലധികം കണ്ടന്റുകൾ ചെയ്തു എന്ന് പറഞ്ഞു. ഇനിയും ചെയ്യാൻ ഉള്ള കുറേ ഐഡിയകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അതറിയില്ല, ദൈവം സഹായിച്ച് ഇങ്ങനെ വരുന്നതാണ്. നമ്മൾ കുറേ വായിക്കുകയൊക്കെ ചെയ്താലും പിന്നെ കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ കുറച്ച് സിനിമ കാണുമ്പോൾ അങ്ങനെ എന്താണ് എവിടെ നിന്നൊക്കെ വരുന്നതാണ്. ദൈവം സഹായിച്ച് കിട്ടുന്നു, അങ്ങനെയൊക്കെ പോകുന്നു. ഭയങ്കര ദൈവവിശ്വാസിയാണെന്ന് തോന്നുന്നു. വളരെ നല്ലൊരു ദൈവവിശ്വാസിയാണ്. ദൈവം ഇല്ലെങ്കിൽ ഞാനില്ല.